നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹം നേരിടുന്ന വലിയ ഒരു വിഷയമാണ് ലഹരി. നമ്മുടെയൊക്കെ വീടുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അതിഭീകരമായ ഒരു അവസ്ഥയാണ്, അതിൻ്റെ നേർപരിച്ഛേദമാണ് ഇപ്പം നമ്മുടെ നാടകത്തിലൂടെ കണ്ടത്. ഞാൻ ആദ്യം തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരോടും സഹോദരിമാരോടും കുട്ടികളോടും ചോദിക്കുന്നു, ഇത് തടയേണ്ടതുണ്ടോ? തടയേണ്ടതുണ്ടോ? അത് സ്വയം പറഞ്ഞാൽ മതിയോ? നമ്മൾ മാത്രം പറഞ്ഞ് നമ്മുടെ വീടുകളിൽ മാത്രം, എൻ്റെ വീട്ടിൽ മാത്രം ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയോ? നമ്മൾ മുന്നിട്ടിറങ്ങിയേ മതിയാവും. 2018 പ്രളയം വന്ന് 55 സ്ഥലത്ത് പൊട്ടി ദുരിതം അനുഭവിച്ച ആ ദുരന്തത്തെ ഏകോദര സഹോദരങ്ങളായി ഒരുമിച്ച് മുന്നിൽ നിന്നുകൊണ്ട് തകർത്തെറിഞ്ഞവരാണ് നമ്മൾ, അല്ലെ? കൊറോണ എന്ന് പറയുന്ന വൈറസിനെ മത, രാഷ്ട്രീയ, പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ഒറ്റ കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് എതിർത്ത് തോൽപ്പിച്ചവരാണ് നമ്മൾ. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടത്, കരുവാരക്കുണ്ടിൽ സംഭവിക്കേണ്ടത് അനിവാര്യമാണ് എന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ അതിന് കാരണമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 2018 ഞാനിവിടെ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരവസ്ഥ 2018 കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു 11 മണിക്ക് ഞാൻ ഇരിക്കുമ്പോൾ അവിടെ ഒരു 55 വയസ്സുകാരിയായ ഒരു അമ്മ കയറി വന്നു. അമ്മയാണ് കയറി വന്ന ഉടനെ അവർ ചെയ്തൊരു കാര്യം കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നവർക്ക് അറിയാം. അവിടെ ഒരു ചെറിയ റൂമാണ് SI യുടെ റൂം. ആ SI യുടെ റൂമിലേക്ക് കയറി വാതില് അടച്ചു. അപ്പൊ ഞാൻ വളരെ വിചിത്രമായി തോന്നി, എന്റെ റൂം അടയ്ക്കാൻ ഇവരെന്താണ് കാര്യം ചോദിച്ചു. അപ്പൊ എന്താ ചേച്ചി വാതിലടയ്ക്കുന്നത്? എനിക്ക് സാറിനോട് മാത്രമാണ് പറയാനുള്ളത്, സാറിനോട് മാത്രമാണ് ഈ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞ് അവര് നേരെ തിരിഞ്ഞു നിന്ന് പുറത്ത് അവരുടെ പുറംഭാഗം, ബ്ലൗസ് ഇട്ടിരുന്ന പുറംഭാഗം കാണിച്ചു തന്നു. അതിൽ 4 വിരല് കൊണ്ട് നഖത്തിന്റെ പാട്, കീറിയ നഖത്ത് കൊണ്ട് മാന്തിയ പാടാണ് അവരെ കാണിച്ചത്. ആ പാട് കാണിച്ചെന്ന് പറഞ്ഞു, ഇതെങ്ങനെ ഉണ്ടായതാണെന്ന് സാറിനറിയോ? എൻ്റെ മകൻ ഇന്നലെ രാത്രി ഞാൻ 10 മണിക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് എന്നെ ഉപദ്രവിച്ചതാണ്. എന്തിനുപദ്രവിച്ചു? വെറുതെ ശാരീരിക ഉപദ്രവമല്ല, ലൈംഗിക തൃഷ്ണയോടുകൂടി എൻ്റെ വീട്ടിലേക്ക്, അച്ഛനും ആ അമ്മയും മകനും മാത്രം താമസിക്കുന്ന വീട്ടിൽ സ്വന്തം അമ്മ കിടന്നുറങ്ങുന്ന റൂമിലേക്ക് ലൈംഗിക തൃഷ്ണയോടുകൂടി കയറി വന്ന് അമ്മയെ ഉപദ്രവിച്ച ആ മകന്റെ സങ്കടം എന്നോട് പറയാനാണ് ആ അമ്മ വന്നത്. തൃശ്ശൂരോ തെക്കൻ ജില്ലകളിലോ കണ്ണൂരോ കാസർഗോഡോ അല്ല, കരുവാരക്കുണ്ടിലാണ്. അപ്പൊ ഞാൻ ആ മകന്റെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയും, സ്വന്തം അമ്മയോട് ലൈംഗിക തൃഷ്ണ തോന്നുന്ന മകന്റെ മാനസിക വൈകൃതത്തിന് പറയുന്ന പേരാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. ആ വൈകൃതത്തിലേക്ക് അവനെ എത്തിച്ച കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോ സ്ഥിരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്. മയക്കുമരുന്ന്, അപ്പൊ ഇവിടെ നാടകത്തില് അദ്ദേഹം പറഞ്ഞു, നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ സ്വന്തം സഹോദരിയെയും അമ്മയെയും അച്ഛനെയും തിരിച്ചറിയാത്ത ഒരു മാനസിക അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ലഹരിയിലേക്ക് നമ്മൾ തിരിയുന്നത്. എന്താണ് ലഹരി? എന്താണ് സന്തോഷം? എന്താണ് ആനന്ദം എന്ന് പറയുന്ന ആ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയാൻ എൻ്റെ SPC കുട്ടികളുണ്ട്. SPC കുട്ടികളും അതുപോലെ ബയോളജിയിലും അതുപോലെ അതിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, പ്ലഷർ. എനിക്ക് എൻ്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്നതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, ന്യൂക്ലിയസ് അക്യുംബസ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട്, കുട്ടികൾക്ക് വേണ്ടി. ന്യൂക്ലിയസ് അക്യുംബസ് എന്ന് പറയുന്ന തലച്ചോറിന്റെ ഈ ഭാഗത്തേക്ക് ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രവഹിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, പ്ലഷർ ഉണ്ടാകുന്നത്. അപ്പൊ എപ്പോഴാണ് ഈ ഡോപ്പമിൻ പ്രവഹിക്കുക?
അത് നമ്മൾ തന്നെ കൊടുക്കുന്ന, നമ്മൾ തന്നെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു തരം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു എന്താ പറയാ കാരണം. അതായത് ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്താൽ എനിക്ക് സന്തോഷം കിട്ടും എന്ന് ഞാൻ സ്വയം എൻ്റെ മനസ്സിനെ പഠിപ്പിക്കുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ തലച്ചോറിന്റെ ന്യൂക്ലിയസ് അക്യുമ്പസിലേക്ക് ഡോപ്പമിൻ അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ലഹരിയുടെയും അവസ്ഥ. സന്തോഷം എന്ന് പറയുന്നത് ഈ സാധനം ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് ലഹരി കിട്ടുകയുള്ളൂ, സന്തോഷം കിട്ടുകയുള്ളൂ എന്ന റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആ അവസ്ഥ കൊണ്ടാണ് എനിക്ക് നിന്ന് ലഹരി കിട്ടുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ട്, പ്ലഷർ ഉണ്ടാകുന്നുണ്ട്. എന്താ കാര്യം? ഈ സന്തോഷം ഈ സംസാരിക്കുന്നതിലൂടെ എന്റെ ന്യൂക്ലിയസ് അക്യുമ്പസിലേക്ക് ഡോപ്പമിൻ പ്രവഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് പ്ലഷർ കിട്ടുന്നത്. ഒരു കഞ്ചാവ് വീഡിയോ അല്ലെങ്കിൽ ഒരു MDMA ഒരു സാധനമോ ഉപയോഗിച്ചതിനേക്കാൾ കിട്ടുന്നതിനേക്കാൾ 100 ഇരട്ടി ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. നമ്മുടെ കുട്ടികൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 18 വയസ്സിന് താഴെ ഉള്ള പ്രായമുള്ള കുട്ടികളാണ്. നമ്മുടെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ആരെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനുഷ്യൻ വിവേക ബുദ്ധിയുള്ളവനാണ്, മൃഗം എന്ന് പറയുന്നത് വിവേക ബുദ്ധിയില്ല. പക്ഷെ അതിന്റെ പ്രസവാവസ്ഥയൊന്നും നോക്കാം. ഒരു മനുഷ്യ സ്ത്രീ പ്രസവിക്കുമ്പോഴും അതുപോലെ ഒരു പശു പ്രസവിക്കുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ. പശു പ്രസവിച്ച് ഒരു പശുക്കിടാവ് ജനിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് എണീറ്റ് നിന്ന് സ്വന്തമായി പുല്ലും അതുപോലെ അതൊക്കെ തിന്നുന്ന നടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഒരു മൃഗത്തിന്. എന്നാൽ ഒരു കുഞ്ഞോ 2.5 വയസ്സ് മുതൽ 2.5 കിലോഗ്രാം മുതൽ 3.5 കിലോഗ്രാം വരെ ഭാരമായിട്ടുള്ള മാംസപിണ്ഡമായിട്ടാണ് ജനിക്കുന്നത്. മാംസപിണ്ഡം, കരയാനും മൂത്രമൊഴിക്കാനും കക്കൂസ് പോകാനും മാത്രം അറിയുന്ന ഒരു മാംസപിണ്ഡം. കുട്ടികൾ മനസ്സിലാക്കണം, ആ 2.5 കിലോഗ്രാം വരെ ഉള്ള മാംസപിണ്ഡത്തെ പുറത്തേക്ക് വരാൻ ലോകത്തിലെ ഏറ്റവും വലിയ അതിതീവ്രമായ വേദനയാണ് പ്രസവ വേദന. ആ പ്രസവ വേദന അനുഭവിച്ച് തന്റെ ഹൃദയ രക്തം കൊടുത്താണ് ആ 2.5 കിലോഗ്രാം 3.5 കിലോഗ്രാം വരെ ഭാരം വരുന്ന മാംസപിണ്ഡത്തെ പുറത്തേക്ക് ഇടുന്നത്. ആ മാംസപിണ്ഡത്തെ സ്വന്തം മജ്ജയും മാംസവും എല്ലാം കൊടുത്ത് നല്ല പ്രകടനം, നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് 18ഉം 25ഉം വയസ്സ് വരെ ആക്കുന്ന പ്രക്രിയയാണ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ആ പാരന്റിങ്ങിലാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അപ്പൊ 2.5 വയസ്സ് മുതൽ 2.5 കിലോഗ്രാം ഭാരമുള്ള അല്ലെങ്കിൽ 3.5 കിലോഗ്രാം ഭാരമുള്ള ഈ മാംസപിണ്ഡത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ ലോകം അറിയുന്ന ശാസ്ത്രജ്ഞനാക്കി മാറ്റാം, ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുമാക്കി മാറ്റാം. ഇത് രണ്ടും നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ്, നമ്മൾ കൊടുക്കുന്ന ശിക്ഷണത്തെ അധികരിച്ചാണ്. അതാണ് അദ്ദേഹം നാടകത്തിലൂടെ നിങ്ങളോട് അവതരിപ്പിച്ചത്. ഒരു കുട്ടി സമൂഹത്തെ കണ്ടു വളരുന്നത് അല്ലെങ്കിൽ അവൻ കണ്ട് പഠിക്കുന്നത് എന്താണോ നമ്മൾ കൊടുക്കുന്നത്. അച്ഛനും അമ്മയും എന്ത് കൊടുക്കുന്നുവോ അതാണ് കുട്ടി പഠിക്കുന്നത്. എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്റെ അമ്മയെ തല്ലുന്ന എന്റെ ഭാര്യയെ ഞാൻ തല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ കുട്ടി അവന് കിട്ടേണ്ടതായ കരുതലും സ്നേഹവും തേടി പുറത്തേക്ക് പോകും. ഉമ്മാരോടാണ്. ഞാൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് 22 വയസ്സിനുള്ളിൽ 24ഓളം മാലപൊട്ടിക്കൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു പയ്യനെ പിടിച്ച് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത് അവൻ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ ചോദിച്ചില്ല, ഇത്രയും പ്രായത്തിൻ്റെ ഉള്ളിൽ നീ എന്തിനാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൻ വളരെ സങ്കടത്തോടു കൂടി എന്നോട് പറഞ്ഞു. ഞാൻ ലഹരിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ അവൻ പറഞ്ഞു എന്നോട് എന്താണ്, സാറേ, കണക്കിൽ ഏറ്റവും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരുന്ന ആളാണ് ഞാൻ. സാധാരണ കണക്കിൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ് ബുദ്ധിപരമായിട്ട് വളരെ മികവുള്ളവർ. അപ്പൊ ആ കണക്കിൽ മാർക്ക് വാങ്ങിയിട്ടുള്ള 2 വയസ്സ് 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളാണ് അമ്മ, സ്വന്തം അമ്മ.
അവിടെ ചെല്ലുന്ന സമയത്ത് അവൻ കാണുന്നത് സ്വന്തം അമ്മയെ മലത്തി കിടത്തിയിട്ട് കഴുത്തിൽ ചങ്ക് പിടിച്ച് പോക്കുന്ന അച്ഛനെയാണ്. ലഹരിക്ക് അടിമപ്പെട്ട് എന്തോ കാര്യം പറഞ്ഞ് തെറ്റിയിട്ട് മൃഗീയമായും അമ്മയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന അച്ഛനെ കാണുന്ന മകന്റെ ചെറിയ 2ാം ക്ലാസ്സുകാരൻ എന്ത് ചെയ്യാൻ പറ്റും? അവരൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോയപ്പോൾ ദേഷ്യപ്പെട്ട് ഷർട്ട് അഴിച്ച് അച്ഛൻ കിടന്നുറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഉണ്ടായിരുന്നൊരു 100 രൂപ കണ്ടു. 100 രൂപ എടുത്തു. എന്നിട്ട് ഈ കുട്ടി 100 രൂപ എടുക്കുന്നത് മാത്രമല്ല, അവൻ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്. 100 രൂപ എടുക്കുന്നത് മാത്രമല്ല സാറേ, ഞാൻ ആ 100 രൂപ അച്ഛൻ എടുത്തതിന് ശേഷം അത് തിരയുന്നത് ഞാൻ എടുത്തതിന് ശേഷം അച്ഛൻ ആ 100 രൂപ തിരയാണ്. അതായത് എവിടെ പോയി എന്ന് പറയുമ്പോൾ അച്ഛൻ തിരയുമല്ലോ. അന്നൊക്കെ 100 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. ആ 100 രൂപ തെരഞ്ഞു കൊണ്ടിരിക്കുന്ന അച്ഛന്റെ മനോവേദന കണ്ട് ആസ്വദിച്ചവനാണ് ഈ 2ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവന് ചെയ്യാവുന്ന പ്രതികാരം എന്താണ്? ആ കുട്ടിക്ക് ചെയ്യാവുന്ന പ്രതികാരം എന്താണ്? ഈ 100 രൂപ കട്ടെടുത്തിട്ട് അത് നഷ്ടപ്പെട്ടു പോയ അച്ഛന്റെ വേദനയും മാനസിക വിഷമവും കണ്ടാസ്വദിക്കുക. അവിടെ നിന്നാണ് തുടങ്ങിയത്. അവൻ തടവ് തുടങ്ങി. 22 വയസ്സിനുള്ളിൽ 2ാം ക്ലാസ്സുകാരനായ അവൻ അന്ന് തുടങ്ങിയ കളവ് 22 വയസ്സിനുള്ളിൽ ഞാൻ പിടിക്കുമ്പോൾ 24 കേസുകളിലേക്ക് അകപ്പെട്ടു പോയ ഒരു മാനസികാവസ്ഥ. ഇതാണ് പാരന്റിങ്ങിന്റെ അഭാവം. പാരന്റിങ് നമ്മുടെ കുട്ടികളെ കൈകോർത്ത് അദ്ദേഹം നാടകത്തിലൂടെ അവതരിപ്പിച്ചൊരു നിങ്ങളുടെ മക്കളെ കരുതലായിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടതായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 കിലോഗ്രാമും അല്ലെങ്കിൽ 3.5 കിലോഗ്രാം വരെ മാംസപിണ്ഡം ഈ കുട്ടിക്ക് അവന് വേണ്ടത് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നതോടൊപ്പം അവന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാധനമാണ് സ്നേഹം, പരിചരണം. അപ്പൊ എന്ത് തരത്തിലുള്ള സ്നേഹമാണ്? അച്ഛനും അമ്മയും ചേർന്നുള്ള ഒരു സൗഹൃദ അന്തരീക്ഷത്തിലുള്ള സ്നേഹമാണ് അവന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കേണ്ടത്. അത് കിട്ടാത്ത ഏത് സഹോദരിയും ഏത് കുട്ടിയും തീർച്ചയായും ലഹരിയിലേക്ക് ഇറങ്ങി പോകും, തേടിപ്പോകും. ന്യൂക്ലിയസ് അക്യുമ്പസിലേക്ക് ബയോളജിയിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ പഠിക്കുന്നതാണ് ഇതൊക്കെ. ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങൾ പഠിച്ചിട്ടില്ലേ? 10ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. ന്യൂറോൺസിന്റെ കണക്ടിവിറ്റിക്ക് കാരണമായിട്ടുള്ള ഡെൻഡ്രൈറ്റുകളും ആ ഡെൻഡ്രൈറ്റുകൾക്ക് ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി എന്റെ തലച്ചോറിൽ നടക്കുന്ന ഞാൻ എല്ലാം ബയോളജിയിൽ പഠിക്കും. എന്താണ് ന്യൂറോൺസ്, ന്യൂക്ലിയസ് എന്താണ്, ടെസ്റ്റോസ്റ്റെറോൺ എന്താണെന്നും അതുപോലെ ഡോപ്പമിൻ എന്താണെന്നും സ്റ്റെറോൺ എന്താണെന്നും അങ്ങനെയുള്ള പല ഇതിനെ പറ്റിയിട്ടും ഹോർമോൺസിനെ ഒക്കെ പറ്റി പഠിക്കും. പക്ഷെ എന്റെ തലച്ചോറിൽ എന്റെ ബോഡിയിൽ അതെന്ത് പ്രവർത്തനമാണ് ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കാത്ത വിദ്യാസുരന്മാരാണ് നമ്മൾ. ഞാൻ പറഞ്ഞില്ലേ, ലഹരി എന്ന് പറയുന്ന സന്തോഷം തേടി പോകുന്നവനാണ്. സന്തോഷത്തെ ലഹരിയിലൂടെ സന്തോഷം തേടി പോകുന്നവനാണ്. ഈ ന്യൂക്ലിയസ് അക്യുമ്പസിലേക്ക് ഡോപ്പമിൻ പ്രവഹിക്കുന്ന പ്രക്രിയയെ പറ്റി അറിയുന്ന ആളാണ് ആ പ്രക്രിയ പ്രവഹിക്കാനുള്ള ഇതിനു വേണ്ടി പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഞാൻ എൻ്റെ മൈത്രി വായനശാല എന്ന എൻ്റെ വായനശാല, ജീവനാടിയായുള്ള എൻ്റെ വായനശാലയിൽ പോയിട്ട് MTയുടെ അസുരവിത്ത് വായിക്കുമ്പോൾ ഒരു കഞ്ചാവ് ബീഡി വലിച്ചതിന്റെ ഉന്മാദാവസ്ഥ ആ പുസ്തകം വായിക്കുമ്പോൾ എനിക്കുണ്ടെന്നുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഞാൻ എൻ്റെ തലച്ചോറിലേക്ക് കൊടുത്താൽ തീർച്ചയായും ആ കഞ്ചാവ് ബീഡിയേക്കാൾ കൂടുതൽ ലഹരി എനിക്ക് എവിടുന്ന് കിട്ടും? എൻ്റെ ഈ വായനയിൽ കിട്ടും. ഇത് തിരിച്ചറിയാത്ത വിദ്യാസുരന്മാരാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ സ്വയം വിഡ്ഢികളാണോ? ആണോ? SPC കുട്ടികളോടാണ് ചോദിക്കുന്നത്, വിഡ്ഢികളാണോ നിങ്ങൾ? ഈ തലച്ചോറിന്റെ കണക്ടിവിറ്റിയും ആ കണക്ടിവിറ്റിയിലൂടെ ഇതാണ്. ഇപ്പൊ ബയോളജിയിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അധ്യാപകരും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നാട്ടിൽ, എന്റെ തലച്ചോറിൽ എന്ത് നടക്കുന്നു എന്നതിനെ പറ്റി മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല, ചിന്തിക്കില്ല. അത് പരീക്ഷ എഴുതാൻ, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ, അല്ല 9ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി പാസ്സാകാനുള്ള ഒരു ഭാഗം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് തീരുന്നു നമ്മൾ അതിനെ തടയും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഓരോ അറിവിനെ സംബന്ധിച്ചും എല്ലാത്തിലും നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ അറിവുകളും നമ്മുടെ പ്രാക്ടിക്കൽ ഒരു പരീക്ഷ ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അറിവായി മാത്രം നമ്മൾ എടുക്കാതെ അതിലെ പ്രാക്ടിക്കൽ ആസ്പെക്ട്, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അതിനെ സംബന്ധിച്ച് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ
രക്ഷിതാക്കൾക്ക് കഴിയണം. എവിടെ ഇത് പരാജയപ്പെടുന്നോ അങ്ങനെയുള്ള താനൂർ ദേവദാർ സ്കൂളിലെ 2 കുട്ടികൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. 2 പെൺകുട്ടികൾ പുറപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കരുതലും സ്നേഹവും വീട്ടിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക. അതിന് നാടകത്തില് അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ മനോഹരമായി പറഞ്ഞു, അച്ഛൻ അമ്മയെ കുറ്റപ്പെടുകയും അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥ കണ്ടു വളരുന്നവന്റെ മനസ്സിലുണ്ടാകുന്ന ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ചോദ്യ ചിഹ്നമായിട്ട് വരും, ഏതാണ് ശരി. വളരെ മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുക കഥയിലൂടെ. എന്താണ് അദ്ദേഹം പറഞ്ഞെന്താണ്? അച്ഛൻ മകനെ പറ്റി പറയുമ്പോ, മകനെ പറ്റി മോശമായിട്ട് അച്ഛൻ പറയുമ്പോ അമ്മ എന്ത് പറഞ്ഞു? നിങ്ങൾ അവനെ ശപിച്ചു. അങ്ങനെയുള്ള ഡിഫറൻസ് വരുമ്പോ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്നറിയോ? ഏത് കൊള്ളണം, ഏതാണ് ശരി, ഏതാണ് ശരി, ഏതാണ് തെറ്റെന്നുള്ള അതിലൊരു ഡിലമ മലയാളം ഇംഗ്ലീഷിൽ പറയും. അത് ഏതിനെ കൊള്ളാനുള്ള, അവന് നേരായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള, ശരിയായിട്ട് തീരുമാനമെടുക്കാനുള്ള അവസ്ഥയിൽ നിന്ന് അവനെ അഭിതിരിപ്പിക്കും. അപ്പൊ അവനെന്ത് ചെയ്യും? അവന്റെ മനസ്സിൽ കലുഷിതമാകാണ്. ഈ മനസ്സിന് കലുഷിതമാകും. ഈ കലുഷിതമാകുന്ന മനസ്സിലേക്കാണ് സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നത്, സുഹൃത്തുക്കള് ഇത്തരത്തിലേക്കുള്ള സാധനമായിട്ട് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആനന്ദം തേടിയവൻ പോകും. അതിനൊരു ചരിത്രം എന്താണ്? അതുകൂടി നോക്കുക. എന്തുകൊണ്ടാണ് അതുകൂടി പറയാം. അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ വിചാരിക്കും. ഞാൻ വൈകുന്നേരേ പറയണ്ടത്. അപ്പൊ പിന്നെ അപ്പം 12 എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ശാസ്ത്രീയ വശം കൂടി പറഞ്ഞ് നിർത്താൻ വേണ്ടിയാണ്. ഒരു മനുഷ്യന്റെ വളർച്ചയിൽ തലച്ചോറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള 2 ഘടകങ്ങൾ. ഒന്ന്, ഫ്രോണ്ടിക് ലോബ് എന്ന് പറയുന്ന നമ്മുടെ ഭൗതികതയെ അല്ലെങ്കിൽ നൈതികതയെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ എടുക്കുന്ന കടിഞ്ഞാണിന്റെ ഭാഗമാണ് ഫ്രോണ്ടിക് ലോബ്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തി ശരിയായ പ്രവൃത്തിയാണോ അല്ലയോ എന്ന് നിശ്ചയിച്ച് അതിലേക്ക് നല്ലതിലേക്കോ ചീത്തയിലേക്കോ പോകണോ എന്ന് പറയേണ്ട കൺട്രോളിങ് കടിഞ്ഞാൺ ഭാഗമാണ് ഫ്രോണ്ടിക് ലോബ്. അടുത്തതാണ് അത് വൈകാരിക ഭാഗം. വൈകാരിക മസ്തിഷ്കം എന്ന് പറയുന്നതാണ് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് എല്ലാ തരത്തിലേക്ക് വികാരം, കാമം, ക്രോധം, വേദന, സങ്കടം, എമ്പതി, എന്തായാലും സിമ്പതി, അതെല്ലാം അടങ്ങുന്ന ഭാഗമാണ് എന്താണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്താണ്. ഇത് രണ്ടും തമ്മിൽ ഈ ആദ്യം ഒരു കുട്ടിയിൽ ഉണ്ടാകും, ഒരു മനുഷ്യന്റെ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് വൈകാരിക മസ്തിഷ്കമാണ്. ഡെവലപ്പിംഗ് വളരുന്നത് വൈകാരിക മസ്തിഷ്കമാണ്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ മാത്രമേ ഫ്രോണ്ടിക് ലോബ് ഡെവലപ്പ് ചെയ്യും. ഫ്രോണ്ടിക് ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോളിങ് കടിഞ്ഞാൺ ഭാഗം ഡെവലപ്പ് ചെയ്യുന്നത് 18നും 15നും 20 വയസ്സിനിടയ്ക്കാണ്. ഈ 18നും 25നും വയസ്സിനിടയ്ക്കുള്ള കൺട്രോളിങ്, സ്വയം കൺട്രോളുള്ള ഭാഗം ഡെവലപ്പ് ചെയ്യുന്നത് വരെ കുട്ടികൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അധ്യാപികമാരുടെയും കൺട്രോളിലാണ്. കാരണം നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഫ്രോണ്ടിക് ലോബിന്റെ വളർച്ച നിങ്ങൾക്കായിട്ടില്ല. അതുകൊണ്ടാണ് സമൂഹം എന്ത് ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന നിയന്ത്രണങ്ങൾ വെക്കുന്നു. ഈ നിയന്ത്രണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ നിയന്ത്രണങ്ങൾക്കെതിരെ നാടകത്തിൽ പറഞ്ഞ പോലെ കയർക്കാൻ ശ്രമിച്ചാൽ, അച്ഛനും അമ്മയോടും കൂടി കയർക്കാൻ ശ്രമിക്കുന്നവനാണ് ലോകത്തിലെ നമ്പർ 1 വിധി. അപ്പൊ എന്റെ വൈകാരിക മസ്തിഷ്കം വളർന്നു, പക്ഷെ അത് കൺട്രോൾ ചെയ്യാനുള്ള ഫ്രോണ്ടിക് ലോബ് 25 വയസ്സ് വരെ, 18നും 25 വയസ്സിനും ഇടയ്ക്കേ ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നുള്ള ആ അവസ്ഥ മനസ്സിലാക്കാൻ ആക്കാതെ സ്വന്തം അച്ഛനോടും അമ്മയോടും ടീച്ചർമാരോടും കൺട്രോൾ ചെയ്യുന്ന ടീച്ചർമാരോടും കൺട്രോൾ ചെയ്യുന്ന ആളുകളോട് നമുക്ക് എന്താ പറയേണ്ടത്? വിഡ്ഢികളാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്കും കഴിയണം. അപ്പൊ ഈ വൈകാരിക ഒരു കാര്യം ചെയ്യും, നമ്മൾ ഒരു കുട്ടിയെ, അതുകൊണ്ടാണ് ഇന്നലെ ഈ വൈകാരിക മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ താമരശ്ശേരിയിൽ കണ്ടില്ലേ? താമരശ്ശേരിയില് ഒരു കുട്ടിയെ തല്ലിക്കൊന്നു. താമരശ്ശേരിയിലാണ് ഒരു കുട്ടിയെ തല്ലിക്കൊന്നു. ആവേശം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട്, അല്ലെങ്കിൽ എന്താണ് ഇത്രയും ക്രൂരമായുള്ള സിനിമകൾ കണ്ടിട്ട്
കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഇന്നും കോമ സ്റ്റേജിൽ ഒരു കുട്ടി കിടക്കുന്നുണ്ട്. എന്താ ചെയ്തതെന്നറിയോ? കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഒരു കുട്ടി, നാല് കുട്ടികള് അവര് TC കൊടുത്തിട്ട് TC വാങ്ങിക്കാൻ വരികയാണ്. വരുന്ന സമയത്ത് മുകളിലുള്ള 2 ബട്ടൺസ് ഇട്ടില്ല എന്ന് പറഞ്ഞെന്താണ്, അവിടെ നേരത്തെ അവർ കഴിഞ്ഞു പോയവരാ. അവിടെയുള്ള കുട്ടികൾ ബട്ടൺസ് ഇടാൻ വേണ്ടി പറഞ്ഞു. അത് ചെയ്യാൻ വയ്യാതെ വന്നപ്പോ തമ്മിൽ അടിയായി, തലക്കടിച്ച് സംഭവിച്ചു. 16 സ്റ്റിച്ചും കള്ളു പൊട്ടി ഇപ്പോഴും എന്താണ് ഇതിൽ കിടക്കുന്നത്. ഇവിടെയാണ് വൈകാരിക മസ്തിഷ്കം. എന്തുകൊണ്ടാണ്? ഞാൻ തലക്കടിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ നടന്നു വരുന്ന സമയത്ത് എനിക്ക് ദേഷ്യം തോന്നുന്നതാണ്. ഷുക്കൂർ, എന്റെ സഹപ്രവർത്തകൻ, ഞാൻ എന്താണ് സഹപാഠിയുമായ ഷുക്കൂർ മാഷുണ്ട്. ഷുക്കൂർ മാഷ് ഞാൻ തമ്മിൽ പ്രശ്നമായി. അടിക്കുമ്പോ ഞാൻ ഷുക്കൂറിനെ അടിക്കാൻ വിചാരിക്കുന്നു. അടിക്കുമ്പോ എന്റെ തലച്ചോറിന്റെ ഫ്രോണ്ടിക് ലോബ് എനിക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രോണ്ടിക് ലോബ് എന്നെ തടയും. നീ ജ്യോതിന്ദ്രകുമാറാണ്, നീ റിട്ടയർഡ് CA ആണ്, നീ അയാളെ അടിച്ചു കഴിഞ്ഞാൽ നീ ജയിലിൽ പോകും എന്ന് കൺട്രോള് എനിക്കുണ്ട്. ഇത് താമരശ്ശേരിയിലുള്ള കുട്ടിക്കില്ല. വൈകാരിക മസ്തിഷ്കം മാത്രമേ ഉള്ളൂ. ഈ വൈകാരിക മസ്തിഷ്കം കൺട്രോൾ ചെയ്യാനുള്ള ഫ്രോണ്ടിക് ലോബ് ഇല്ല. അപ്പൊ ഫ്രോണ്ടിക് ലോബ് ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവര് പക്വതയുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് 18 വയസ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ലൈസൻസ് തരുള്ളൂ എന്ന് സമൂഹം വെറുതെ ഒന്നല്ല, നിങ്ങളോട് ദേഷ്യമായിട്ടൊന്നല്ല. 18 വയസ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾ 18 വയസ്സ് വരെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ പോകണം, അങ്ങനെ ചെയ്യണം എന്ന് അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു കൊടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന വിദ്യാസുരന്മാരാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ഞമ്മ എല്ലാം പഠിച്ചിട്ടുണ്ട്, ഫ്രോണ്ടിക് ലോബിന്റെ കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിനെതിരായിട്ടുള്ള അവിടെ ഇങ്ങനെയുള്ള വൈകാരിക മസ്തിഷ്കം, അവിടെയാണ് ഞാൻ ലഹരിയിലേക്ക് വരുന്നത്. വൈകാരിക മസ്തിഷ്കത്തിലെ ഏറ്റവും അപകടകാരിയായ ആ കാലഘട്ടത്തിലാണ് കച്ചവട കണ്ണുമായിട്ടുള്ള കഴുകന്മാർ വരുന്നത്. ആ കഴുകന്മാരാണ് അദ്ദേഹത്തിന്റെ അവിടെ സംഭവിച്ചതുപോലെ, ആദ്യം ഈ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിലെ മകന് സംഭവിച്ചതുപോലെ, ആദ്യം അവൻ ഏതോ കൂട്ടുകെട്ടിൽപ്പെട്ട് വൈകാരിക നോ എന്ന് പറയേണ്ടടുത്ത് നോ, യെസ് എന്ന് പറഞ്ഞു പോയ ആൾ. അങ്ങനെ ഒരു ചൊല്ലി, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇഫ് യു വാണ്ട് ടു സേ യെസ് ഡോണ്ട് സേ നോ. യെസ് എന്ന് പറയേണ്ടടുത്ത് നോ പറയും, നോ എന്ന് പറയേണ്ടടുത്ത് യെസ് പറയും. അപ്പൊ യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയാൻ, നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനുമുള്ള ഫ്രോണ്ടിക് ലോബിന്റെ വളർച്ചയാകാത്ത കാലത്ത് അവന്റെ പിന്നാലെ കഞ്ചാവ് ബീഡിയുമായി ചെന്നാൽ അവൻ അതിൽ പെടും. അത് പറഞ്ഞു തിരുത്തേണ്ടതാണ്. ആ സമയത്ത് നമ്മൾ അവനെ പറഞ്ഞു തിരുത്താൻ പറ്റുന്ന കാര്യം എന്താണ്? എങ്ങനെ തിരുത്താം? അവനെ പറഞ്ഞു തിരുത്താനുള്ള മാർഗമുണ്ടോ? അവന്റെ ഉള്ളിന്റെ മനസ്സിൽ ഇത് ചോദിക്കുമ്പോ, എന്റെ മകൻ അങ്ങനെ ചോദിക്കുമ്പോ, പാവം എന്റെ അച്ഛൻ അല്ലെ എന്റെ അമ്മ അവിടെ നാട്ടിലുണ്ടാവും, വീട്ടിലുണ്ടാവും എന്ന ചിന്ത അവന്റെ എപ്പോഴെങ്കിലും അവന്റെ വൈകാരിക മസ്തിഷ്കത്തിൽ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. എന്റെ മകൻ ഒരു തെറ്റായ ഒരു കാര്യം ചെയ്യുന്നു എന്ന് വരുന്ന സമയത്ത് അവന്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഞാൻ ഈ തെറ്റ് ചെയ്താൽ എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ വീട്ടുകാർക്ക് വേദനിക്കുമെന്നുള്ള ഒരു വികാരം അവന്റെ വൈകാരിക മസ്തിഷ്കത്തിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കൊടുക്കലാണ് നമ്മുടെ പണി, ആ വരുത്തലാണ് നമ്മുടെ പണി. ആ വൈകാരിക മസ്തിഷ്കത്തിലേക്ക് അത്തരത്തിലൊരു ചിന്ത വരുത്തലാണ് പണി. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ചിന്ത വരുത്തുന്നതിന് നമുക്കുള്ള പറ്റിപ്പോയ പരാജയം പറഞ്ഞേ പറ്റും. അമ്മമാരോട് പറഞ്ഞേ പറ്റും. നമ്മളെന്താണ് ഒന്ന് ആത്മപരിശോധന നടത്താം. വൈകുന്നേരങ്ങളിലുള്ള സമയങ്ങളിൽ നമ്മൾ എത്ര കുട്ടികളുമായിട്ട്, അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കുട്ടികളോട് സംസാരിക്കൂ എന്ന് പറഞ്ഞില്ലേ, ആ നാടകത്തിൽ പറയുന്നതാണ്. കുട്ടികളോട് സംസാരിക്കൂ, കുട്ടികളിൽ നിന്നാണ് ഫീഡ്ബാക്ക് വാങ്ങിക്കൂ എന്ന് നാടകത്തിലെ കഥാപാത്രം അച്ഛനോ അവസാനം നെഞ്ചു തകർന്ന അച്ഛന്റെ വേദനയാണ്. അപ്പൊ എനിക്ക് പറ്റാതെ പോയത് ഞാൻ നാടകത്തെ കൂടിയാണ് വിലയിരുത്തുന്നത്. ശാസ്ത്രീയ നമ്മുടെ തലച്ചോറ് നടക്കുന്ന പ്രവർത്തനങ്ങളെ നാടകവുമായിട്ട് വിലയിരുത്തിയാണ്. അപ്പൊ എന്റെ എന്റെ മകന് പറ്റിയ അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യുക. ഒരുമിച്ച് കഴിക്കൂ. അദ്ദേഹം പറഞ്ഞെന്താണ്? ഒരുമിച്ച് കഴിക്കും. ഇത്രയും പറഞ്ഞു. ഒരുമിച്ച് കഴിക്കും. 1 മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കും. അവരോട് സംസാരിക്കും. അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയൂ. അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയൂ. അവരുടെ അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിയൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തരും. അതില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം.
കരുതൽ, മുത്തശ്ശിമാർക്ക് കരുതൽ കൊടുക്കാൻ കഴിയണം. ഞങ്ങൾ 3 ആൺമക്കളുള്ള ഒരു കുടുംബത്തിലാണ്. ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഇല്ല. അപ്പൊ എന്റെ സഹോദരിമാരൊക്കെ തന്നെ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളാണ്. അപ്പൊ അവര് രണ്ടാം തണുതായിട്ട് വരുന്ന സമയത്ത്, അതായത് വെക്കേഷൻ സമയത്ത് വീട്ടിലേക്ക് വരും. അപ്പൊ ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കിടന്നുറങ്ങാം. ഒരുമിച്ച് ഒറ്റ കിടക്കയിട്ടിട്ട് അതിലാണ് കിടക്കാം. ഒരു 7ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോ എന്റെ അച്ഛമ്മ 7ാം ക്ലാസ്സിലൊക്കെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു, നീ എന്റെ കൂടെ കിടന്നാൽ മതി. അപ്പൊ അന്ന് എനിക്ക് തോന്നി, എന്താണ് അവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കൂടെ കളിക്കാറോ, എനിക്ക് കിടക്കാം. അപ്പൊ അന്നൊന്നും ഇതിനെപ്പറ്റി ചിന്തയില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഞാൻ അവിടെ അത് പറ്റില്ല, നീ ഇവിടെ കിടന്നാൽ. രാത്രിയിൽ എന്റെ അടുത്ത് കിടന്നിട്ട് അച്ഛമ്മ പറഞ്ഞു തന്നൊരു വാചകമുണ്ട്, അവര് കുട്ടികൾ വലുതായി തുടങ്ങി, അവർക്ക് അവരുടേതായ കുട്ടികൾ വലുതായി വലിയ കുട്ടികളാവുമ്പോ എന്തുണ്ടാവും, അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടാവും, അതുപോലെ സ്വകാര്യതകൾ ഉണ്ടാവും. അത് ആണുങ്ങൾ പറയാൻ പറ്റാത്ത സ്വകാര്യതകളാണ്. അപ്പൊ നീ സൗഹൃദമായിക്കോ, പക്ഷെ എന്താണ്, അതിനു വേണ്ടിയാണ് മാറ്റിക്കിടത്തിയത്. എൻ്റെ അമ്മ ഹെലൻ ഫിഷർ എന്ന് പറയുന്ന അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റിന്റെ തിയറി ഓഫ് ലവ് ഒന്നും പഠിച്ചിട്ടില്ല. ഒന്നും മനസ്സിലാക്കില്ല. ഒരു പാവപ്പെട്ട ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു. ആ അമ്മയ്ക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ചെറിയ കുട്ടിയായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഉപദേശം ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ പരാജയം. ഇവിടെ ഇരിക്കുന്ന മുത്തശ്ശിമാരുണ്ടാവും. എത്ര കുട്ടികൾ മുത്തശ്ശിമാർക്ക് നമ്മുടെ കഥകൾ പറഞ്ഞു കൊടുക്കാം. വെറുതെ ഒരു കഥകൾ നമ്മൾ സിനിമയിൽ കാണിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശിമാരുടെ കഥകൾ കേട്ട് വളരുന്ന ആ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് സ്നേഹം അറിയാതെ സാന്ത്വനമായിട്ട് തീരും. അവര് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഞാൻ പലപ്പോഴും എൻ്റെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ പല കാര്യത്തിലേക്കും ക്ഷണിക്കുമ്പോ അത് പിടിക്കപ്പെടും എന്നുള്ള പേടിയും, അത് വീട്ടിലറിഞ്ഞാലുണ്ടാകാവുന്ന അപകടങ്ങളെ സംബന്ധിച്ചും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ വേദനകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് തിരിച്ചറിവ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റില്ല. ആ കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കഥകളിലൂടെ സ്നേഹം സംവദിക്കപ്പെടണം. സ്നേഹത്തിന്റെ ഒരു കൊടുക്കൽ വാങ്ങലുമാണ്. അതില്ല. അത് ചെയ്യാൻ നിങ്ങൾ എവിടെ പരാജയപ്പെടുന്നോ അവിടെ ലഹരി വന്നിരിക്കും.